സിനിമാ രംഗം വിവാദങ്ങളിൽ നിൽക്കുന്നതിനിടെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് സലീം മാലിക്കാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സലീം മാലിക്, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. പക്ഷേ ഇവിടെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഇതുവരെ മൗനം പാലിച്ച ആൾ, ഒപ്പം തന്നെ എംഎൽഎ രാജിക്ക് ശേഷം പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും ഒരു നിലപാടും വ്യക്തമാക്കാതിരുന്ന മോഹൻലാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് സാധ്യതയുണ്ടോ, അതോ ഈ കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനാണോ സാധ്യത എന്ന ചർച്ച നടക്കുകയാണല്ലോ ഇപ്പോൾ. പിന്നെ സ്വാഭാവികമായും ഇന്ന് ഈ വേദിയിൽ വെച്ച് മോഹൻലാൽ അങ്ങനെ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ കാര്യം മാത്രം പറഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കും എന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് ലഭിച്ച അറിയിപ്പ്. പക്ഷെ ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ എത്തിയതിനു ശേഷം ഉള്ള ഡെവലപ്മെന്റ്, അത് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോഴും ഇന്നും മോഹൻലാൽ മാധ്യമങ്ങളെ കാണാതെ ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വരിക ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഇപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് 12 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത ചടങ്ങാണ്. അത് അരമണിക്കൂർ വൈകിയാണ് പരിപാടി ആരംഭിച്ചത്. ഇതിനുശേഷം മോഹൻലാൽ ഇന്ന് 2 പരിപാടികൾ കൂടിയുണ്ട്. അത് ഒന്ന് 2:30 വഴുതക്കാട് വെച്ചും മറ്റൊന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 4 മണിക്കുമാണ്. ആ പരിപാടികൾക്കൊക്കെ മോഹൻലാൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണാതെ തന്നെ ഇന്നും മടങ്ങുമോ എന്നുള്ള കാര്യമാണ്. ഇപ്പോഴെന്തായാലും മോഹൻലാലിനെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മോഹൻലാൽ വേദിയിലേക്ക് കയറുകയാണ്. അതായത് ഈ വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായി മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ആ പൊതുപരിപാടിയുടെ വേദിയിൽ മോഹൻലാൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ലോഞ്ചിങ് ചടങ്ങിലെങ്കിലും എന്തെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മോഹൻലാൽ സംസാരിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. അതിനപ്പുറം തന്നെ മാധ്യമങ്ങളോട് മോഹൻലാൽ സംസാരിക്കും എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. അതും ഒരേ ദിവസം തലസ്ഥാനത്ത് തന്നെ 3 പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസങ്ങളിൽ ഈ വിവാദമായി ഉയർന്നപ്പോൾ മോഹൻലാൽ തനിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന പ്രധാന പരിപാടികളൊക്കെ തന്നെ മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ പരിപാടി, അത് ഇതിന്റെ ഈ KCLന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിധത്തിലും മാറ്റിവെക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഇന്നലെ രാത്രി 11 മണിയോടെയാണ് മോഹൻലാൽ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോഴും നമ്മൾ ആ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെയും ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ അമ്മ നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിരുന്നതാണ്. അതിന് പിന്നാലെ അമ്മ ഭരണസമിതി ആകെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടതുമില്ല. അതിനു പിന്നാലെ തന്നെ വലിയ വിമർശനം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ഈ കൂട്ടരാജി അത് ഭീരുത്വമാണ്, അത് മാധ്യമങ്ങളെ കാണാതെയുള്ള പേടിച്ചോട്ടമാണ് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നാൽ അങ്ങനെ ഒരു ഭീരുത്വമല്ല താൻ നടത്തിയത് എന്നതുൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മോഹൻലാൽ.